എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കുന്ന ഗ്രീൻ പീസ് കറിയാണ് തയ്യാറാക്കുന്നത്. വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഗ്രീൻ പീസ് കറി തയ്യാറാക്കുവാനായി 1 കപ്പ് ഗ്രീൻ പീസ് 6 മണിക്കൂർ കുതിർത്തി വച്ചിരുന്നു. അത് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു വലിയ തക്കാളി കട്ട് ചെയ്തത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ക്യാരറ്റ് അത് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഒരു വലിയ ഉരുളക്കിഴങ്ങ് തോല് കളഞ്ഞ് കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുക്കറിൽ അടച്ചു വെച്ച് വേവിക്കാം. ഫ്ലെയിം ഫുള്ളിലിട്ടിട്ട് 1 വിസിൽ വരുത്തിയ ശേഷം ഫ്ലെയിം മീഡിയം ലെവലിൽ ഇട്ടിട്ട് 3 വിസിൽ കൂടി വരുത്തുക. അപ്പോഴേക്കും കഷ്ണങ്ങൾ വെന്തു വരുന്നതായിരിക്കും. ഈ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായി പൊടിച്ചെടുക്കുക. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഒരു സവാള കനം കുറഞ്ഞ് നീളനെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് സവാള നന്നായി തന്നെ വഴറ്റിയെടുക്കുക. സവാള ഒരു 1/4 ഭാഗം വഴണ്ടി വരുമ്പോൾ 6 അല്ലി വെളുത്തുള്ളി നീളനെ കട്ട് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളനെ കട്ട് ചെയ്തതും 2 പച്ചമുളക് നടുകീറിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റുക. കുറച്ച് കറിവേപ്പില കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മിക്സിയിൽ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടികൾ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി കുക്കറിൽ വേവിച്ചെടുത്ത കഷ്ണങ്ങൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം, അതായത് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. പക്ഷേ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുന്നതാണ് കറിക്ക് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാകുക. ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തിളപ്പിക്കാനായി വെക്കാം. ഇപ്പോൾ കറി നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നമുക്ക് എളുപ്പം തന്നെ ഇത് ഉണ്ടാക്കുവാനും സാധിക്കും. പുതിയൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.